മാന്യരെ, വിധി ഉടമസ്ഥനായ ചാലപ്പുരയ്ക്കൽ കുഞ്ഞിക്കണ്ണൻ നായർക്ക് വിധി കടക്കാരനായ മൗവഞ്ചേരി ഗോപാലകൃഷ്ണ പണിക്കൽ നിന്നും ചെല്ലേണ്ടതായ സംഖ്യ കൊടുത്തു തീർക്കാത്തതിനാൽ ഈ സംഖ്യയ്ക്കായി വിധി കടക്കാരൻ കൈവശം വെച്ചു പോരുന്നതായ കോളയാട്ട് ദേശത്തെ സർവേ നമ്പർ 1358 കുനിയിൽപ്പറമ്പ് എന്നു പേരുള്ള 77 സെന്റ് തെങ്ങും പറമ്പ് പരസ്യമായി ലേലം ചെയ്ത് വിൽപ്പാൻ സിവിൽ കോടതി 21-ാം ഉത്തരവ് 64-ാം ചട്ടപ്രകാരം കോർട്ട് ഉത്തരവായിരിക്കുന്നു എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ആർഭാടം കാണിച്ച് ആളാവാൻ നോക്കിയ ഒടുവിൽ തന്നെയാ സ്ഥിതി. പെങ്ങന്മാരുടെ കല്യാണം നടത്തി കഷ്ടപ്പെട്ടു പോയല്ലോ പണിക്കര്. അത് തന്നെയാ ഞാനും പറയുന്നത്. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് സദ്യ കൊടുത്താലേ കല്യാണം ആവുള്ളൂ. പണമില്ലാത്തോണ്ട് രജിസ്റ്റർ ഓഫീസില്ലേ? കല്യാണം മുതലേ കെട്ടാൻ പോകണം ഇഷ്ടമുണ്ട്. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പൊ എന്തായി? നല്ല കാശ്മീർ കണ്ടം പോലത്തെ 77 സെന്റ് സ്ഥലം വെള്ളത്തിലായില്ലേ? അതൊന്നും പറയാറായിട്ടില്ല. സിവിലും ക്രിമിനലും വക്കീലന്മാരെക്കാൾ അരച്ച് കലക്കി കുടിച്ചവരാ ഗോപാലകൃഷ്ണ പണിക്കര്. അങ്ങനെ ആരാ മോൻ? ഗോപാലകൃഷ്ണ പണിക്കരുടെ അടവൊന്നും കുഞ്ഞിക്കണ്ണൻ നായരുടെ അടുത്ത് നടക്കാൻ പോണില്ല. വിധി ഉടമസ്ഥനായ ചാലപ്പുരയ്ക്കൽ കുഞ്ഞിക്കണ്ണൻ നായർക്ക് വിധി കടക്കാരനായ മൗവഞ്ചേരി ഗോപാലകൃഷ്ണ പണിക്കരിൽ നിന്നും ചെല്ലേണ്ടതായ സംഖ്യ കൊടുത്തു തീർക്കാത്തതിനാൽ ഈ സംഖ്യക്കായി വിധി കടക്കാരൻ കൈവശം വെച്ചു പോരുന്നതായ കോളയാട്ട് ദേശത്തെ സർവേ നമ്പർ 1358 കുനിയിൽപ്പറമ്പ് എന്നു പേരുള്ള 77 സെന്റ് തെങ്ങും പറമ്പ് പരസ്യമായി ലേലം ചെയ്ത് വിൽപ്പാൻ സിവിൽ നിയമം 21-ാം ഉത്തരവ് 64-ാം ചട്ടപ്രകാരം കോർട്ട് ഉത്തരവായിരിക്കുന്നുവെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഗീതേ, ഗീതേ. അല്ല, ആരേത്? എന്താ മോളെ, എന്തു നിനക്ക്? വിജയൻ വന്നില്ലേ? ഇവിടം വരെ എങ്ങനെ വന്നു എനിക്കും ദൈവത്തിന് മാത്രമേ അറിയൂ. വിജയിട്ട് നോക്കിയപ്പോ എന്റെ തല താണുപോയി. ആളുകൾ ചിരിക്കുക. ഇനി എങ്ങനെ വിജയന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും? ഞാൻ പോണില്ല. അല്ലെങ്കിൽ തന്നെ സ്വർണം പോരെന്നും പറഞ്ഞ് നാത്തുമാരെന്നും കുത്തുവാക്ക് പറച്ചില്ല. അയ്യേ, കരയാതിരിക്കേ. അയലോക്കത്തൊക്കെ ആൾക്കാരുണ്ട്. ഓ, ഇതിൽ പറ ഇനി എന്ത് നാണക്കേട ഉണ്ടാവാനുള്ളത്? ചെണ്ടമുട്ടി പരസ്യം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് കണ്ടു. ഗോപാലകൃഷ്ണ പണിക്കരുടെ സ്ഥലം എന്ന് കേട്ടപ്പോ എന്റെ നെഞ്ചുരുകിപ്പോയി. എല്ലാം നമ്മുടെ വിധിയാണെന്ന് വിചാരിച്ചാ മതി മോളെ. ടൈപ്പ് കഴിഞ്ഞോ? ആ, വിജയേട്ടനെ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഗീത ചേച്ചിയില്ലേ? അപ്പുറത്തുണ്ട്. രാവിലെ കാക്ക വിരുന്ന് വിളിച്ചപ്പോ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഗീതേച്ച് വരുമെന്ന്. അല്ലമ്മേ, നീ ആ പുസ്തകം അകത്ത് വെച്ചിട്ട് കുറച്ച് പാല് വാങ്ങിച്ചോണ്ട് വാ. വിജയിന് ചായ കൊടുക്കണം. ഞാൻ ഗീതേച്ചോട് 2 വർത്താനം പറയട്ടമ്മേ. നിന്നോടാ പറഞ്ഞത് പാല് വാങ്ങിച്ചോണ്ട് വരാൻ. ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? സന്തോഷിച്ച് ഉല്ലസിക്കാൻ ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത്? എല്ലാം കുളം തോണ്ടില്ലേ? ചെലടി, മനുഷ്യനെ കുറിച്ച് മനസ്സമാധാനം എന്താ? കല്യാണം കഴിഞ്ഞിട്ട് നാളെത്രേ? ഇതുവരെ എനിക്കൊരു അലമാരി കൊണ്ടുപോകാൻ പറ്റിട്ടുണ്ടോ? നാണക്കേടുകൊണ്ട് നാത്തുമാരുടെ മുഖത്ത് നോക്കാൻ വയ്യാണ്ടായി. അലമാര ഉണ്ടാക്കാൻ കുഞ്ഞുമ്പു ആശാരിയോട് പറഞ്ഞിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ. തറത്തിൽ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇനിയിപ്പോ എനിക്കൊന്നും വേണ്ടമേ. പറമ്പ് ലേലം ചെയ്യുന്ന വീട്ടിലെ പെണ്ണില്ലേ ഞാൻ. നാത്തുമാരുടെ മുമ്പിൽ എനിക്ക് അത്രേ വിലയുണ്ടാവൂ. നമ്മൾ കക്കയും പിടിച്ചു പറിക്കുകയും ഒന്നും ചെയ്യില്ലല്ലോ. നിന്റെയും നിന്റെ ചേച്ചിയുടെയും കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നമ്മൾ കടം വാങ്ങിയത്? ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ള വിശ്വാസത്തിലല്ലേ ആ ചേട്ടന്റെ പേരിൽ സ്വത്തെല്ലാം എഴുതി വെച്ചത്. അതിന് പിരിവെടുക്കാന്നല്ലാതെ പുതിയതായിട്ട് ഏട്ടം വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പൊ പറമ്പ് ലേലം, വീടിന്റെ പേരിലും കടം വാങ്ങിച്ചിട്ടില്ലേ? അടുത്ത ലേലം വീടായിരിക്കും. അങ്ങനെയൊന്നും പറയരുത് മോളെ. എങ്ങനെയാന്ന് പറയാതിരിക്കുക? ഈ വീടും കേസിലല്ലേ? കേസും കൂട്ടല്ലാത്ത നേരമുണ്ട് ഏട്ടന്. ഗോപാലകൃഷ്ണ പണിക്കർ ഒരു കോടതി ഭ്രാന്തനാണെന്നും പറഞ്ഞ് എപ്പോഴും കളിയാക്കാറുണ്ട് നാത്തുമാര്. ഒടുക്കത്തെ ഒരു നാത്തുമാര്. അവറ്റകൾക്കുള്ള ജോലി ഇല്ലേ ഈ കുശുമ്പുറച്ചിലല്ലാതെ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. തൊട്ടാനും പിടിച്ചതിനും കൊടയും വടിയെടുത്ത് ഇറങ്ങിക്കോളും കേസ് കേട്ട് നക്ഷത്തി വെച്ച്. അമ്മ പറ, ആ ടൗണിലുള്ള വീട് എന്റെ പേർക്ക് എഴുതി തരാൻ. അല്ലെങ്കിൽ അത് ഏട്ടൻ കളയും. ഒരു ഭർത്താവിനെ കിട്ടിയെന്ന് പറഞ്ഞ് ഏട്ടനെ നീ അത്ര കൊച്ചാക്കുമൊന്നും വേണ്ട.